സോ യെസ്, വെൽക്കം ടു ട്രേഡേഴ്സ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുസ്തഫയാണ്. സോ നമ്മളിന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക 2025 ബീയിങ് ഏറ്റവും കൂടുതൽ എക്കണോമിക് കണ്ടീഷൻസ്, അതേമാതിരി തന്നെ ഒരുപാട് എക്കണോമിക് ടേമോയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വർഷമാണ് 2025. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് 2025. എസ്പെഷ്യലി ബോത്ത് ഇന്ത്യൻ മാർക്കറ്റിലായിക്കോട്ടെ, US മാർക്കറ്റിലായിക്കോട്ടെ, ഈവൻ ഫോറെക്സ് മാർക്കറ്റിലായിക്കോട്ടെ, ട്രേഡേഴ്സ് ഫേസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതേമാതിരി തന്നെ ഒരുപാട് വോളറ്റിലിറ്റി ഇഷ്യൂസും നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കാണാം. അപ്പം ഇതിനൊക്കെ നമുക്ക് കോറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഏറ്റവും സപ്പോർട്ടീവായിട്ട് ബാക്ക് എൻഡിൽ ഏറ്റവും സ്ട്രോങ് ആയി കൊണ്ട് നിൽക്കുന്ന ഒരു അസറ്റ് പൊതുവെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഇത്രയും എക്കണോമിക് കണ്ടീഷൻസ് ഉണ്ടായാലും കുതിച്ചു കയറുന്ന ഒരു അസറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് ഇറ്റ്സ് നൺ അതർ ദാൻ ഗോൾഡ്. അപ്പം സ്വർണം, തങ്കം, ഗോൾഡ്, ഇതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് കൂടുതൽ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം മുസ്തഫ, എന്താണ് ഇപ്പം ലാസ്റ്റ് നമുക്ക് കുറച്ച് വീക്സോടെ നമുക്ക് കാണാം ഓൾമോസ്റ്റ് ഗോൾഡ് 130 പോയിന്റ്സ് ആണ് ഫോറക്സ് മാർക്കറ്റിൽ ഇൻക്രീസ് ആയത്. സോ മുസ്തഫയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ്, ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു ഫിയറിന്റെ പുറത്ത് റൺ ചെയ്യുന്നൊരു മാർക്കറ്റാണ് ഗോൾഡ്. മനസ്സിലായില്ലേ? ലോകത്ത് എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, വാർ ആകട്ടെ, പാൻഡമിക് ആവട്ടെ, ഓൾ ദീസ് തിങ്സ് എഫക്ട് ഗോൾഡ്. മനസ്സിലായി? ഗോൾഡിന്റെ പ്രൈസസ് ഹൈക്കാവും. അതിന് ടെക്നിക്കലായിട്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ ലോകത്ത് പ്രശ്നം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഗോൾഡിന്റെ വില കൂടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾഡ് ഒരു സേഫ് ഹെവനാണ്, അല്ലേ? നമ്മൾ സം ഓഫ് യു, ഇപ്പോൾ വിഘ്നേഷ് ആവട്ടെ, ഞാനാവട്ടെ, നമ്മളെല്ലാവരും ഗോൾഡായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ പാരൻസ് ആവട്ടെ, എല്ലാവർക്കും ഗോൾഡായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ പണ്ട് മുതലേ മേടിച്ച് വെച്ചിട്ട്, നമ്മുടെ പാരൻസ് ആവട്ടെ, പാരൻസിന്റെ പാരൻസ് ആവട്ടെ, ഗോൾഡായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റാണ് ഗോൾഡ്. മനസ്സിലായി? അപ്പോൾ ഗോൾഡ് ഇസ് ഒരു സേഫ് ഹെവനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏത് മാർക്കറ്റ് ക്രാഷ് ആയാലും ഗോൾഡ് ക്രാഷ് ആകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അസറ്റാണ്. അപ്പോൾ ബേസിക്കലി ഒരു രാജ്യത്ത് യുദ്ധം വന്നു, ഒരു രാജ്യത്ത് വാർ വരുമ്പോൾ ആ രാജ്യത്തിൽ റിയൽ എസ്റ്റേറ്റ് ക്രാഷ് ആകാം, അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആകും, ആ കറൻസിനെ ബാധിക്കും, അല്ലേ? അപ്പോൾ ഇത് മുൻകൂട്ടി മനസ്സിലാക്കുന്ന വ്യക്തികൾ, അതിപ്പോൾ ആ രാജ്യത്തെ റിസർവ് ബാങ്ക് ആവട്ടെ, സെൻട്രൽ ബാങ്ക് ആണെങ്കിൽ പോലും അവരവരുടെ ഫണ്ട്സ് ഗോൾഡിലോട്ട് മാറ്റാൻ തുടങ്ങും. അപ്പോൾ ഗോൾഡിലോട്ട് ഫണ്ട് ഒഴുകുന്ന കാരണം കൊണ്ടാണ് ഗോൾഡ് നമ്പർ ഓഫ് ബയേഴ്സ് കൂടുമ്പോഴാണ് ഗോൾഡിൻ റേറ്റ് കൂടുന്നത്. അപ്പോൾ ആൾക്കാർ പൈസ സേഫ് ആക്കാൻ വേണ്ടി മണി ഈസ് ഫ്ലോയിങ് ടു ഗോൾഡ്. ദാറ്റ്സ് വൈ ദ ഗോൾഡ് ഈസ് പമ്പിങ്. എസ്പെഷ്യലി ഇപ്പോൾ ലാസ്റ്റ് 3 ഡേയ്സിന് മാത്രം 130 പോയിന്റ്സ് പോകുമ്പോഴായിട്ട്. ഇന്നലെയാണ് നമുക്ക് ഇസ്രായേൽ ഇറാനിലെ ഒരു വാർ നടക്കുന്നത്, അതിന്റെ ടെൻഷൻസ് നടക്കുന്നുണ്ട്, അല്ലെ? ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇത് നടക്കുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ട് തന്നെ ഒരു ന്യൂക്ലിയർ ലെവലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായിട്ടും. ലാസ്റ്റ് ടൈം ഇതുപോലെ റഷ്യ യുക്രൈൻ വാറിൽ ഗോൾഡ് ഇതുപോലെ നല്ലൊരു സ്പൈക്ക് വന്നിട്ടുണ്ടായിരുന്നു, നല്ലൊരു പമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ കോവിഡ് സമയത്ത് ഇതുപോലെ ഭയങ്കരമായിട്ട് ഭൂമിയാണ്. പക്ഷെ നമ്മൾ ഗോൾഡ് ക്രാഷ് ആകുന്നതും റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തൊരു പ്രശ്നവും ഇല്ലാതെ എക്കോണമി പീസ്ഫുൾ ആയി പോകുമ്പോഴാണ് നമുക്ക് ഗോൾഡ് ഇങ്ങനെ ഇറങ്ങുന്നത്. പൊളിറ്റിക്കൽ, എസ്പെഷ്യലി എന്താ പറയുക, ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് സ്റ്റേബിൾ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, കൂടുതൽ ആൾക്കാരും എന്താ പറയുക, ഇറ്റ്സ് എ വെരി ലോജിക്കൽ തിങ്. അതായത് എല്ലാം സേഫ് ആണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പം ആൾക്കാർക്ക് കൂടുതൽ എമൗണ്ട് സ്റ്റോക്സിലേക്കും അതേമാതിരി തന്നെ മറ്റുള്ള ഫൈനാൻഷ്യൽ അസറ്റ്സിലേക്കും മാറ്റി വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. റിസ്ക് എൻഡ് ഓഫ് ദ ഡേ ഫൈനാൻസിന്റെ കേസിലേക്ക് വരുമ്പം ആരും എടുക്കാൻ തയ്യാറല്ല. അത് സാധാരണ ഒരു ഷോപ്പുകാരനായിക്കോട്ടെ, വലിയ ഫണ്ട് ഹെഡ്ജ് മാനേജേഴ്സ് ആയിക്കോട്ടെ, ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. സോ അതന്നെയാണ് ഗോൾഡിന്റെ ഒരു വലിയൊരു സ്ട്രോങ്ങസ്റ്റ് പോയിന്റ്, അല്ലേ? നമ്മള് നേരത്തെ സംസാരിച്ച മാതിരി തന്നെ ഇപ്പൊ ഗോൾഡ് എന്ന് പറഞ്ഞാല് ലോകത്ത് തന്നെ ഇപ്പം സാധാരണ ഒരു മനുഷ്യനായിക്കോട്ടെ, വലിയൊരു ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ് ആയിക്കോട്ടെ, ആരും ഫൈനാൻസ് അല്ലെങ്കിൽ സ്വന്തം പൈസന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഒബിയസ്ലി. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചിന്തിച്ചു നോക്കുക, എൻഡ് ഓഫ് ദ ഡേ ഗോൾഡ് സേഫ് ആണെന്ന് ആൾക്കാർ ബിലീവ് ചെയ്യുന്ന കാരണം കൊണ്ട് മാത്രമല്ല അത് സേഫ് ആയി നിൽക്കുന്നത്. എക്സാക്ട്ലി, ഇറ്റ്സ് എ സൈക്കോളജിക്കൽ തിങ്. പ്യൂർലി മാസ് ട്രഡീഷണൽ ആണ്, പക്ഷേ ഇറ്റ്സ് ഓൾസോ ഹാസ് എ ഗ്രേറ്റ് ഇൻട്രിൻസിക് വാല്യൂ പറഞ്ഞ ആൾക്കാരുടെ മൈൻഡിലല്ലേ? ഇത്രയും പഴക്കമുള്ള സംഭവമാണ്. ഏത് ഫൈനാൻഷ്യൽ അസറ്റ് എടുക്കുകയാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ, ഇറ്റ്സ് എ മാസ് സൈക്കോളജി, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ സൈക്കോളജിയാണ്. പക്ഷെ അത് മാത്രമല്ല, അതായത് ഇപ്പൊ ലെറ്റ്സ് സേ സ്കാർസിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദ സപ്ലൈ ഈസ് ഓൾസോ എ ബിഗ് ഫാക്ടർ. കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തിന്റെ വില കൂടുന്നുണ്ട്, അതേമാതിരി തന്നെ ചില സ്ഥലങ്ങളുടെ വില കൂടുന്നില്ല. നമ്മളെ ലോകത്ത് തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പല രാജ്യത്ത് അല്ലെങ്കിൽ പല സ്ഥലത്ത് പോവുകയാണെങ്കിൽ പല വിലയാണ്. ഇപ്പൊ നമുക്ക് പാലക്കാടുള്ള ഒരു സെന്റിന് ഉള്ള വില ആയിരിക്കില്ല കോഴിക്കോട് ഒരു സെന്റിനുള്ള വില ഉണ്ടാവുക. ഒരിക്കലും ബേസിക്കലി ഇറ്റ് സെയിം എർത്ത്, സെയിം പ്ലേസ്,
പക്ഷേ പെർസീവ്ഡ് വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. Exactly. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഫാക്ടേഴ്സും അതിന് മുകളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് മാർക്കറ്റ്, ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, എന്ത് സ്റ്റോക്സ് ആയിക്കോട്ടെ, ബാങ്കിന്റെ എന്തെങ്കിലും ബോണ്ടുകളായിക്കോട്ടെ, ഗോൾഡ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി ഇൻ ഡിമാൻഡ്. ബേസിക്കലി ആൻഡ് എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഒരു മാസ് സൈക്കോളജിയാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി അല്ലേ, നമ്മുടെ അംബാനിയുടെ, മുകേഷ് അംബാനിയുടെ ഒരു കമ്പനിയാണ് റിലയൻസ് അല്ലേ. ഇപ്പോൾ ലെറ്റ്സ് സേ അംബാനി, ഫോർ എക്സാമ്പിൾ അംബാനി ഇന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് വന്നു വിചാരിക്കും. അപ്പോൾ ആൾക്കാർ ഫിയറിൻ്റെ പുറത്ത് സ്റ്റോക്ക് സെൽ ഓഫ് ചെയ്തിട്ട് സ്റ്റോക്ക് ഇടിയാനുള്ള ചാൻസസ് ഉണ്ട്. റിലയൻസ് ഈസ് ഗോയിങ് ടു ക്രാഷ്. ഇറ്റ് കുഡ് ക്രാഷ്, ബട്ട് ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കമ്പനീസ് പെർഫോമൻസ് അല്ലേ. ആൾക്കാർ ബിലീവ് ചെയ്യണം, ഓക്കെ മൂപ്പര് പോയി അതുകൊണ്ട് കമ്പനിയുടെ പെർഫോമൻസ്, അതിന്റെ പുറത്ത് ബിലീഫിന്റെ പുറത്ത് ആൾക്കാർ സെൽ ഓഫ് ചെയ്യുന്നതാണ് അല്ലെ. അതും കമ്പനിയുടെ പെർഫോമൻസും കമ്പനി റവന്യൂ ചിലപ്പോൾ ഓൾ ടൈം ഹൈലായിരിക്കും, ആരും നോക്കുന്നില്ല. അപ്പൊ സ്റ്റോക്ക് കമ്പനി പെർഫോമൻസ് അല്ലേ, വിച്ച് ഇസ് എ റിയലി ഗുഡ് പോയിന്റ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം 99% ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഔട്ട് ദെയർ, മേ ബി ആ പെർസെന്റേജിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ബിലീവ് 99 ന്യൂ ബി ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് ആദ്യമായിട്ട് വരുന്ന, ഫൈനാൻസസിലേക്കും ഇതേമാതിരി ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരെല്ലാവരും സൈക്കോളജിക്കലി ഡിസിഷൻസ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ സൈക്കോളജിക്കലി ആണ് ഡിസിഷൻസ് എടുക്കുന്നത്. കാരണം എന്താ പറയാ, ഇപ്പൊ ഒരു കമ്പനീന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഫണ്ടമെന്റൽ അനാലിസിസ് എടുക്കണം എന്നും, ആ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ അകത്ത് എന്തൊക്കെ ചെക്ക് പോയിന്റ്സ് നമ്മൾ നോക്കണം എന്ന് പോലും അറിയാതെ വളരെ റാൻഡമായിട്ട് ന്യൂസ് പേപ്പറിൽ കാണുന്നതോ അല്ലെങ്കിൽ CNBCയിൽ കാണുന്നൊക്കെ സ്റ്റോക്സ് മേടിച്ചു വെക്കുന്ന ആൾക്കാർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി. ആൻഡ് ഒബ്വിയസ്ലി ഇപ്പോൾ ഗോൾഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഐ തിങ്ക് വി കുഡ് എക്സ്പെക്ട് മോർ ബുള്ളിഷ് മൂവ്സ് അല്ലേ. അപ്കമിങ് വേൾഡ് വാർ 3 ആൾക്കാർ വേൾഡ് വാർ 3 ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഉണ്ടാകാതിരിക്കാന്നുള്ള ലെവലിലാണ്. അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് നന്നായിട്ട് ഹൈക്ക് ആകും. ഗോൾഡ് ഐ തിങ്ക് നമുക്ക് ഇപ്പൊ ലൈക്ക് ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ എങ്ങനെയാണ്? ഫിസിക്കൽ ഗോൾഡ് ആണോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സോവറിൻ ബോണ്ട്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് ഗോൾഡ്സ് നമുക്ക് ബൈ ചെയ്യാം? സോ ഫോർ യു, വാട്ട് ഡു യു തിങ്ക് വിച്ച് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ? വെൽ ഐ വുഡ് സജസ്റ്റ് ടു ഹാവ്, ലെറ്റ്സ് സേ ഇഫ് യു ഹാവിങ് ഒരു 1 crore കയ്യിലുണ്ട് വിചാരിക്കും, ഐ വുഡ് സജസ്റ്റ് ഒരു 20-30 lakh വർത്ത് 20-30% ഫിസിക്കൽ ഗോൾഡ് ഹോൾഡ് ചെയ്യാം. പക്ഷെ മേജറായിട്ട് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ അതിനെ ബോൺസ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. റീസൺ ലിക്വിഡിറ്റി, നമുക്ക് എപ്പോൾ സെൽ ഓഫ് ചെയ്യാം. അത് ഫിസിക്കൽ ഗോൾഡും ഉണ്ട്. പിന്നെ ഫിസിക്കൽ ഗോൾഡ് പണിക്കൂലി എന്നുള്ള സംഭവം നമുക്ക് ഉണ്ടാവാം അല്ലേ. ജ്വല്ലറീസ് നമ്മൾ സെൽ ഓഫ് ചെയ്യുമ്പോൾ അതിന് പണിക്കൂലം, അത് ആ എക്സ്പെൻസസ് ഉണ്ടാവും. അല്ലേ, സ്റ്റോറി ഉണ്ട്, അതെ, സേഫ്റ്റി അല്ലേ. ബുള്ളിയൻസ് ആണെങ്കിലും കോയിൻസ് ആണെങ്കിലും നമ്മൾ അതിന് മുകളിൽ ഇപ്പം സേഫ്റ്റി കൺസേൺസ് ഉണ്ട്, കള്ളം വരുമോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സ്റ്റോറേജസ് ഉള്ള റൂൾസ് ഉള്ള കൺട്രീസ് ഉണ്ട്. എക്സാക്ട്ലി. പിന്നെ നമുക്കെന്താ പറയാ, അതിന്റെ പുറമെ ടാക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവോൾവ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കിപ്പോ ലെറ്റ്സ് സേ പെട്ടെന്ന് ഒരു 30 കിലോ ഗോൾഡ് എടുത്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ബാങ്ക് കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ല എന്നല്ല, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അതെ, അപ്പൊ നമുക്ക് ഡിജിറ്റൽ ആയിരിക്കും ഹാസൽ ഫ്രീ അല്ലേ, ഹാസൽ ഫ്രീ. പിന്നെ ഐ തിങ്ക് നമ്മുടെ ഇന്ത്യൻ വുമൻസിന്റെ കേസിൽ ഗോൾഡ് ഇസ് മോർ ഓഫ് എൻ ഇമോഷണൽ അസറ്റ് അല്ലേ. ദേ വുഡ് ലൈക്ക് ടു കീപ് സം ഫിസിക്കൽ ഗോൾഡ്. എവറി ഗേൾ വാണ്ട്സ് അറ്റ്ലീസ്റ്റ് 1 ബാങ്കിൾ അല്ലെങ്കിൽ 1 നെക്ലസ് ഇൻ I wouldn't suggest that, കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ഓഫ് വിമൻ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഇപ്പോഴത്തെ ജനറേഷൻ പക്ഷേ നമ്മുടെ അമ്മമാരുടെ ഗ്രാൻഡ് മദേഴ്സ് ആ ഒരു ജനറേഷൻ എടുക്കുമ്പോൾ they all want gold. I think psychologically I think they are attracted to gold. End of the day ഗോൾഡ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ തന്നെയാണ്. And one of the ഒരു ഫേമസ് സ്റ്റാറ്റിസ്റ്റിക് ആണ്, ലോകത്തിന്റെ 18% ഓഫ് ദ ഗോൾഡ് ഓൺ ചെയ്യുന്ന ഇന്ത്യൻ വുമൻസ് ആണ്. വേൾഡ് ഗോൾഡിന് 18% ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യൻ വുമൻ ജ്വല്ലറി ആയിട്ട്. അതാണ് എസ്പെഷ്യലി ലോകത്തെ കൺട്രീസ്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ കൺട്രിയാണ് അല്ലെ. അതിലത്തെ വുമൻസ് ലോകത്തിന്റെ 18% ഗോൾഡ് അവരുടെ ജ്വല്ലറി ആയിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. അത്രയും നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഹൗ മച്ച് ദേ അറ്റാച്ച്ഡ് ടു. ഐ തിങ്ക് ഇറ്റ്സ് ചേഞ്ചിങ് നൗഡേയ്സ്. ഐ തിങ്ക് ആൾക്കാർ കുറച്ചും കൂടി എന്താ പറയാ, ഈസി ടു മേക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ജ്വല്ലറീസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ലൈക്ക് റീസെന്റ് നമുക്കിപ്പം ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, നമ്മളെ ഓസി ദിയ കൃഷ്ണന്റെ കേസ്. ലൈക്ക് ഔട്ട് ഓഫ് ദ ടോപ്പിക് ബട്ട് റിലേറ്റഡ് ടു ജ്വല്ലറി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരിതാണ്. ബിക്കോസ് വി ക്യാൻ സീ ഹൗ മച്ച് ഇൻ ഡിമാൻഡ്. കാരണം അവര് അതിൻ്റെ അകത്ത് പറഞ്ഞത് വെച്ചാൽ ഇത്ര മന്തിന്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് 69 lakh rupees ആണ്
ലൈക്ക് ഇതായിരിക്കുന്ന എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആവറേജ് നമുക്കൊരു മാസം ഇവർക്ക് എത്രത്തോളം റവന്യൂ വരുന്നുണ്ടാവും, എത്രത്തോളം ആൾക്കാർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറി അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് സെഗ്മെന്റിൽ. അപ്പം പുതിയ ജനറേഷൻ ഓഫ് ഗേൾസ് അല്ലെങ്കിൽ വിമൻ ദേ ഹാവ് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, ബട്ട് സ്റ്റിൽ മോർ ദാൻ സൈക്കോളജി ട്രഡീഷണൽ ആസ്പെക്ട്സിലേക്ക് നോക്കുന്ന സമയത്ത് ഗോൾഡ് ഹാസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ. എസ്പെഷ്യലി നമ്മളെ ഹിന്ദു ട്രഡീഷൻ ആണെങ്കിലും ബാക്കിയുള്ള ട്രഡീഷൻസ് നോക്കുകയാണെങ്കിലും when we go for a marriage or അല്ലെങ്കിൽ anything related to religion, like gold has a very core involvement. And I think Vignesh, what do you think about സിൽവർ? കാരണം ഞാൻ ഇപ്പോൾ റീസെന്റ് കേൾക്കുന്നുണ്ട് കുറെ എക്സ്പെർട്സ് പറയുന്നതാണ് ഗോൾഡിന്റെ വില കൂടും, നമുക്ക് സാധാരണക്കാർക്ക് ഒരു പവൻ ബൈ പോലും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പോകും. ആൻഡ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, കുറെ പേര് സിൽവറിന്റെ വില കൂടിയിട്ടുണ്ട്, നമ്മൾ പഴയ പോലെ അല്ല, അത് ഡബിളും ട്രിപ്പിളും ആയിട്ടുണ്ട്. കുറെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അതൊരു ശ്രദ്ധിക്കത്തില്ല അല്ല. പക്ഷെ ലോട്ട് ഓഫ് എക്സ്പെർട്സ്, നമ്മുടെ റോബോട്ട് കിയോസാക്കി അങ്ങനത്തെ വലിയ വലിയ ഫിനാൻഷ്യൽ ആൾക്കാരടക്കം ഇൻവെസ്റ്റ് ഇൻ സിൽവർ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ നമുക്ക് കൂടുതൽ കാണുന്നുണ്ട്. ഫ്യൂച്ചർ ഗോൾഡ് ആണ് സിൽവർ. ഒരു കാലത്ത് ഒരു പോയിന്റിൽ മേ ബി ലൈക്ക് ലെറ്റ്സ് ഒരു ഹൈ വാല്യൂ പ്രൈസ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കാം. അതായത് ഓൺലി അൾട്രാ ലക്ഷറി പീപ്പിൾ ക്യാൻ അഫോർഡ് ഇറ്റ്. അതായത് ഗോൾഡ് എന്ന് പറയുന്നത് മേ ബി അങ്ങനെ ഒരു സെഗ്മെന്റ്. അപ്പം സാധാരണക്കാരന്റെ അടുത്ത് എന്താ പറയാ, ലെറ്റ്സ് ദേ ഹാവ് എ ബാക്കപ്പ് ഓഫ് സിൽവർ. ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് ലെറ്റ്സ് എത്രയാ, 73,000 79,000 റുപ്പീസ് ടച്ച് ചെയ്തിരിക്കുകയാണ്. സോ മേ ബി നാളെ സിൽവർ ആ ഒരു റേറ്റിലേക്ക് ചിലപ്പം ഒരു പവന് ചിലപ്പം എത്തിയേക്കാം. ആക്ച്വലി ഞാൻ പേഴ്സണലി ഗോൾഡ് സിൽവറിന്റെ പ്രൈസ് ഹൈക്ക് ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു സിൽവർ ചെയിൻ ഉണ്ടായിരുന്നു, I bought it 3 years back. അപ്പോൾ ഐ ലോസ്റ്റ് ഇറ്റ്. അപ്പോൾ അത് ഞാൻ ചെറിയ പ്രൈസിനെ മേടിച്ചു, ഐ തിങ്ക് 100,000 റുപ്പീസ് അല്ലേ. അപ്പോൾ എനിക്ക് ഓർമ്മ എത്ര ഗ്രാംസ് ആണ് ആ സെയിം ഗ്രാം, അത് ഐ ലോസ്റ്റ് ഇറ്റ് ആഫ്റ്റർ 3 years. 3 years കഴിഞ്ഞപ്പോൾ സെയിം സിൽവർ ചെയിൻ വീണ്ടും ബൈ ചെയ്യാൻ പോയി. അപ്പോൾ ഇറ്റ്സ് പ്രൈസ് വാസ് അറൌണ്ട് 3x, അറൌണ്ട് 3,500 4,000 റുപ്പീസ് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് സെയിം, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും സെയിം ഗ്രാം ഓഫ് സിൽവർ ആയിരുന്നു. 1000 dirhams വാങ്ങിയ 1000 റുപ്പീസിന്റെ സിൽവർ അറൌണ്ട് 3,500 ആയിരുന്നു ഞാൻ 2-3 കൊല്ലം കഴിഞ്ഞ് മേടിച്ചപ്പോൾ. 3 times growth. അപ്പോഴാണ് സിൽവർ ഇവിടെ കയറിയിട്ടുണ്ട്, ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് അപ്പോഴാണ് മെയിനായിട്ട്. ഫ്യൂച്ചറിൽ ഏതെങ്കിലും കുറെ സിൽവറിനെ ബുള്ളിഷ് ആയിട്ട് കാണുന്നുണ്ട്. ചിലവർ പറയുന്നത് ലൈക്ക് ഒരു ടൈം വരും, ഒരു പവൻ സ്വർണത്തിന്റെ ഇപ്പത്തെ വിലയും ഒരു പവൻ സിൽവറും ഒരുപോലെ ആവുന്ന ഒരു കാലം വരും എന്നൊക്കെ പറയുന്നുണ്ട്. ലെറ്റ്സ് സീ ഇൻ ദ ഫ്യൂച്ചർ, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഫ്യൂച്ചർ ഇസ് അൺസർട്ടൻ. അതെ. പിന്നെ അത് മാത്രമല്ല, അപ്പം ലെറ്റ്സ് നമുക്കിപ്പം ട്രേഡിംഗിലേക്ക് വരുവാണെങ്കിൽ ഗോൾഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹയസ്റ്റ് ട്രേഡഡ് ആഫ്റ്റർ മേജർ കറൻസീസ്, അല്ലെങ്കിൽ അതിന്റെ സിമിലർ ആണെന്ന് നമുക്ക് പറയാം. അപ്പം ഗോൾഡ് ആൻഡ് വൺ ഓഫ് ദ കറൻസി പെയർ ലെറ്റ്സ് യൂറോ US ഡോളർ, രണ്ട് എന്താ പറയാ ഫൈനാൻഷ്യൽ അസറ്റ്സും മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത് ഡിഫറെന്റ് പാറ്റേൺസിലാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്താണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്, നമ്മൾ ലെറ്റ്സ് ഇപ്പം ട്രേഡിംഗിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിച്ചു, ലെറ്റ്സ് നമുക്കൊരു കണ്ടീഷനൊക്കെ വെച്ച് ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിച്ചു. അപ്പം അത് നമ്മൾ കറൻസിയിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം ഗോൾഡിൽ അപ്ലൈ ആവുന്നില്ല അല്ലേ? ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ഗോൾഡ് ബിഹേവ് ചെയ്യുന്നത്. ഗോൾഡിന്റേതായിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ ഗോൾഡിന്റെ കാര്യത്തില് ചില സമയത്ത് ടെക്നിക്കൽ കാര്യം SMC ഒരു മെത്തേഡും വർക്ക് ആവും. ജസ്റ്റ് ഒരു ന്യൂസിനെ പുറത്ത് മാത്രം ഗോൾഡ് കയറി പോകാം. അവിടെ നോ വൺ കെയർസ് അബൌട്ട് ദ ടെക്നിക്കൽ തിങ് അല്ലേ, പ്യൂർലി ഫണ്ടമെന്റൽ നമ്മളെ ഫിയർ നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റിൽ ഫിയർ സെൻസ് ചെയ്യുമ്പോൾ അത് ഗോൾഡ് ബുള്ളിഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫിയർ ആൻഡ് ഗ്രീഡ്. ഇതിൽ ഫണ്ടമെന്റൽ ആയിട്ടും ഗോൾഡ് നമുക്ക് വാച്ച് ചെയ്യാം. പ്യൂർലി ടെക്നിക്കൽ ബേസ് നമുക്ക് മാത്രം ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അസറ്റ് അല്ല ഗോൾഡ് എന്ന് പറയുന്നത്. ഏതൊരു അസറ്റും, പക്ഷേ ഗോൾഡ് എസ്പെഷ്യലി ഗോൾഡ്. അപ്പോൾ യെസ്, നമ്മുടെ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് സ്ട്രാറ്റജീസ് ഒരുപോലെ ഗോൾഡിൽ വർക്ക് ആയിക്കോളുന്നില്ല. ഇറ്റ്സ് എ ഫാക്ട്. ആൻഡ് ഓൾസോ ഗോൾഡ് സിൽവറുമാരി തന്നെ നമ്മൾ വൺ ഓഫ് ദ പ്രഷ്യസ് എലിമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നതാണ് ലൈക്ക് പ്ലാറ്റിനം. ഓക്കെ, പല ആൾക്കാരും അറിയില്ല പ്ലാറ്റിനം ആക്ച്വലി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പ്ലാറ്റിനം നമുക്ക് ആക്ച്വലി ട്രേഡ് ചെയ്യാൻ പറ്റും. യു നീഡ് എ ഹെൽ ഓഫ് എ ക്യാപിറ്റൽ. നല്ല ക്യാപിറ്റൽ ഉണ്ട്, നല്ലൊരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ നല്ലൊരു ലെവലുള്ള ആൾക്കാർക്കാണ് പ്ലാറ്റിനത്തിലേക്ക് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കമ്മോഡിറ്റീസിൽ പൊതുവെ ഏതൊക്കെ സെഗ്മെന്റ്സ് ഇതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റും? കമ്മോഡിറ്റീസിൽ നമുക്ക് പല ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമാണ് കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ആണെന്നുള്ളത്. പക്ഷെ നമുക്ക് കോഫി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കോഫി ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കൊമോഡിറ്റി, കാരണം കോഫിയുടെ അനാലിസിസ് ഇസ് എ ഡിഫറെന്റ് തിങ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് അതിനെപ്പറ്റി ഞാൻ ട്രേഡ് ചെയ്യാറില്ല, പക്ഷെ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്തും കോഫി സീസണൽ ആയിട്ടുള്ള ഒരു കൊമോഡിറ്റിയാണ്. ലൈക്ക് എന്താ പറയാ, ചില സീസണിൽ കോഫിയുടെ വാല്യൂ ഈസ് ഗോയിങ് ടു ബി റിയലി ഹൈ, ചില സീസണിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ റേഞ്ച്ഡ് പ്രൈസ് ഡ്യൂ ടു ഹൈ കൺസംപ്ഷൻ. അതെ, അത് മാത്രമല്ല അതിന്റെ പുറമെ സയന്റിഫിക്കലി
അതായത് ഇപ്പൊ ലെറ്റ്സ് വെതർ കണ്ടീഷൻസ്, അതേമാതിരി തന്നെ കോഫി ബീൻസിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽസ്, മാർക്കറ്റിൽ ഉണ്ടാവുന്ന കോഫി ഡിമാൻഡ്, അതേമാതിരി തന്നെ എന്തെങ്കിലും കോഫി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പ്രൊഡക്ട്സ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ ടാബ്ഡ് ആയിരിക്കണം, അതിനെപ്പറ്റി നല്ല അവയർനെസ് ഉണ്ടാവണം. അങ്ങനെ പഠിച്ച് കോഫീന്റെ മുകളിൽ ട്രേഡ് ചെയ്യുന്ന, ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളുണ്ട്. വളരെ റെയർ ആണ്, ബട്ട് ഇറ്റ്സ് എ വെരി ലൈക്ക് ഇൻട്രസ്റ്റിംഗ് കൊമോഡിറ്റി. അത് ഞാൻ ഫസ്റ്റ് ടൈം വെക്കുന്നത് കോഫിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ. നമ്മൾ കോഫി കുടിക്കുന്നല്ലാതെ അതിൽ അതെ ട്രേഡ് ചെയ്യാൻ വേണ്ടി. അതേമാതിരി തന്നെ നമുക്ക് എന്താ പറയാ ക്രൂഡ് ഓയിൽ ഈസ് ഓഫ് കോഴ്സ് നമ്മളൊരു ക്ലാസ് ആണ്. അപ്പം ലൈക്ക് UAE തന്നെ നമുക്ക് അറിയാം, ലൈക്ക് ഓയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എക്കണോമിക്കൽ ഗ്രോത്തിനെ എന്നുള്ളത്. അപ്പൊ അതേമാതിരി തന്നെ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ബാരൽസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്താ പറയാ പ്ലാറ്റിനം, പലേഡിയം, അതേമാതിരി ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് നമുക്ക് ചെയ്യാം. ജീരകം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഏതോ ക്രൂഡ് ഓയിൽ അല്ലാതെ വേറെ ഏതോ ഒരു ടൈപ്പ് ഓഫ് ഇത് കേട്ടിട്ടുണ്ട്, ഏതോ ഗ്രെയിൻസോ വീറ്റിലും ട്രേഡ് ചെയ്യുന്ന, വീറ്റിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ഓൾ എന്താ പറയാ നമ്മള് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗോൾഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് ഗോൾഡും ക്രൂഡ് ഓയിലും ഉണ്ട്. അതെ, നമ്മൾ കൂടുതൽ ലിക്വിഡിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ നോ ബ്രെയിനർ. കാരണം കോഴ്സ് ഗോൾഡ് തന്നെയാണ് ദി ബെസ്റ്റ്. നമുക്ക് അതിൽ ഈ ഒരു സെഗ്മെന്റ് കൊമോഡിറ്റി എന്ന് പറയുന്ന സെഗ്മെന്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ള ഒരു അസറ്റ് ക്ലാസും കൂടിയാണ് ഗോൾഡ്. ഗോൾഡിന്റെ മാർക്കറ്റ് ക്യാപിറ്റലിനെ വില്ലുന്ന ലെവലിലേക്ക് ഒരു അസറ്റ് ക്ലാസ് ഇതുവരെ വന്നിട്ടില്ല. ഒരുവരിക്കും നമുക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ബിറ്റ് കോയിൻ കാണുന്നുണ്ട്, ചില മേജർ കോർപ്പറേഷൻ കമ്പനീസ് കാണുന്നുണ്ട്, ചില കറൻസീസ് കാണുന്നുണ്ട്. ലെറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഐ തിങ്ക് റീസെന്റ് ബിറ്റ് കോയിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ റീസെന്റ് കണ്ടു 1 കിലോ ഗോൾഡിനും 1 ബിറ്റ് കോയിനും ഇപ്പൊ ഒരേ പ്രൈസ് ആണ് ഇപ്പോൾ. ഇറ്റ് റീസെന്റ് ഹാപ്പൻ. ബിറ്റ് കോയിനും ക്രിപ്റ്റോ ഓൾസോ ഇസ് പമ്പിംഗ് പാരലൽ. പിന്നെ റീസെന്റ് ക്രിപ്റ്റോ ആൻഡ് ബിറ്റ് കോയിൻ ആൻഡ് ഗോൾഡ് ഇസ് ഗിവിംഗ് പാരലൽ മൂവ്മെന്റ്സ്. കുറെ പേര് ഒബ്സർവ് ചെയ്തെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ പറ്റും, രണ്ടും പാരലൽ ആയിട്ടാണ് ഇപ്പോ. അതെ, സിമിലർ മൂവ്മെന്റ്സ് ആണ് ഗോൾഡും. എനിക്ക് തോന്നുന്നു പക്ഷേ എന്താ പറയാ ലൈക്ക് നമ്മൾ പ്രീവിയസ്ലി സംസാരിച്ച മാതിരി തന്നെ ആൾക്കാരുടെ സൈക്കോളജി എന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. ലൈക്ക് കറൻസിയോട് അല്ലെങ്കിൽ ഫിയാറ്റ് കറൻസീസിനോടുള്ള ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ട്രസ്റ്റ് മാറി ഇതേമാതിരത്തെ ക്രിപ്റ്റോ കറൻസീസ് അല്ലെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്ന അസറ്റ്സിലേക്ക് മേ ബി ഒരു പക്ഷേ മാറിയേക്കാം എന്നുള്ളതാണ്. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു മാസ് സൈക്കോളജിയാണ്. ആൾക്കാർ വാല്യൂ എക്സിസ്റ്റ് വേർ പീപ്പിൾ ബിലീവ് ഇറ്റ് എക്സിസ്റ്റ്. എൻഡ് ഓഫ് ദി ഡേ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ട്രേഡിംഗിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പ്രൈസ് ആക്ഷൻ. അപ്പം ആ കോൺസെപ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് എന്താ, ഹിസ്റ്ററിയിൽ സംഭവിച്ചൊരു സംഭവം വീണ്ടും റിപ്പീറ്റേഷൻ ആവും. പാറ്റേൺസ് വെച്ച് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് ഉണ്ടാക്കും. പാറ്റേൺസ് ആണ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? മനുഷ്യന്മാരാണ്. അതെ, അപ്പൊ അവരുടെ സൈക്കോളജി നമ്മൾ പഠിച്ചിട്ട് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന മാർക്കറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, കണ്ടീഷൻസ് നമ്മൾ റിപ്പീറ്റ് ആവുന്നുള്ളതാണ് പ്രൈസ് ആക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. ഒരുപാട് ബിഗിനേഴ്സിന് ഗോൾഡ് വളരെ ഈസി ആയിട്ട്, അതായത് ട്രേഡിംഗ് അവർ പഠിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് ഗോൾഡ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അതിൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനും അങ്ങനെ റിസൾട്ട്സ് നമ്മളെ സ്റ്റുഡൻസിന്റെ കേസിൽ നോക്കാം. ഗോൾഡ് ഫസ്റ്റ് ഇനീഷ്യലി അവർ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സെറ്റ് അതാണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇത് വെച്ചിട്ട് ചെയ്യല്ലോ. അപ്പൊ നമ്മൾ റീസെന്റ് നടത്തിയൊരു സ്റ്റഡീസ് ഉണ്ടായിരുന്നു നമ്മളെ സ്റ്റുഡൻസിന്റെ മേത്ത്. അപ്പം ആ റിസർച്ചിൽ നമുക്ക് മനസ്സിലായി ഗോൾഡ് കൊടുത്തൊരു ബാച്ച് ഉണ്ടായിരുന്നു, അതേമാതിരി തന്നെ കറൻസീസ് കൊടുത്ത ബാച്ച് ഉണ്ടായിരുന്നു. ഒരു ബാച്ചിന് നമ്മൾ മിക്സഡ് ആയിട്ട് കൊടുത്തു അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതില് ഗോൾഡ് വെച്ച് മാത്രം പ്രാക്ടീസ് ചെയ്ത സ്റ്റുഡൻസ് വിത്തിൻ ഫസ്റ്റ് 3 months അവർ പ്രോഫിറ്റബിൾ ആയി. അവർക്ക് സ്ട്രാറ്റജീസ് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഹെൽപ്പായി. അതേമാതിരി തന്നെ കുറച്ചും കൂടിയും റേഷ്യോസ്, അതായത് ലൈക്ക് 10 ട്രേഡ്സ് എടുക്കുവാണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 6 ട്രേഡ്സ് അവർക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്ന ലെവലിൽ. ആദ്യത്തെ 3 months ആണ്, അബ്സല്യൂട്ട് സീറോ ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ആദ്യത്തെ 3 months ഓൾമോസ്റ്റ് 60% പ്രോഫിറ്റബിലിറ്റി റേഷ്യോ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഐ തിങ്ക് ഞാനും ഗോൾഡ് ഇപ്പൊ ഞാനും നമ്മൾക്ക് എല്ലാ പേഴ്സണും ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബിറ്റ് കോയിൻ ആവട്ടെ, ക്രിപ്റ്റോ ആവട്ടെ, കറൻസീസ് ആവട്ടെ, സ്റ്റോക്സ് ആവട്ടെ, ഓപ്ഷൻസ് ആവട്ടെ, ഗോൾഡ് ആവട്ടെ. വൺ ഓഫ് ദി ഈസിയസ്റ്റ് കമ്പാരിറ്റീവ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എനിക്ക് വൺ ഓഫ് ദി ഈസിയസ്റ്റ് പ്രഡിക്റ്റബിൾ മാർക്കറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് ഗോൾഡ് തന്നെയാണ്. ബേസിക് പ്രൈസ് ആക്ഷൻസ് വരെ നമുക്ക് ഇടയ്ക്ക് മാർക്കറ്റിൽ നമ്മൾ വർക്ക് ആവുന്നത് കാണുന്നത്. അതെ, പിന്നെ അത് മാത്രമല്ല ഇത് കേട്ടിട്ടിപ്പം ആരും ചാടിക്കറി ഗോൾഡിൽ പോയിട്ട് നാളെ ട്രേഡ് ചെയ്യരുത്. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ അതെ നമ്മള് റിസ്ക് മാനേജ്മെന്റും അതേമാതിരി തന്നെ നമ്മുടെ സൈക്കോളജി മാനേജ്മെന്റും വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. ആൾക്കാർ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. പക്ഷെ മണി സൈക്കോളജി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ പൈസ എങ്ങനെ മാനേജ് ചെയ്യുന്നത് നമ്മൾ ആദ്യം നമ്മളെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കണം.
സോ സൈക്കോളജിക്കൽ മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ ഒരു ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും ട്രേഡിങ്ങിൽ അങ്ങനെ പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ട്രേഡിംഗ് ജേർണൽ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജേർണി നമ്മളെ മിസ്റ്റേക്സ് നമ്മൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേ ദാറ്റ് വി ക്യാൻ ലേൺ. അല്ലെ, നിങ്ങളൊരു കോഴ്സും അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്സും നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇഫ് നിങ്ങൾക്ക് നിങ്ങളെ മിസ്റ്റേക്സ് സ്വന്തമായിട്ട് ജേർണൽ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ that is the best way that you can learn with zero amount of money. And one question I have is that ഒരു വ്യക്തി ഇപ്പോൾ കുറെ ബിഗിനേഴ്സ് ഡെമോ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യും, കുറെ റിയൽ മണി വെച്ച് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അതെ. ഡസ് ഡെമോ അക്കൗണ്ട് റിയലി ഹെൽപ്സ് ദം, അതോ ആസ് എ ബിഗിനർ പൈസയിൽ ചെയ്യുന്നതാണ് ബെസ്റ്റ്? ഇൻ ദ വേ ലൈക്ക് എന്താ പറയാ, നമ്മളിപ്പോ ഒരു ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് വേണ്ടി നമ്മൾ ചെറിയ നക്കി നോക്കും, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആക്ച്വലി ആ ചിക്കൻ കടിക്കുമ്പോഴാണല്ലോ അതിന്റെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാവുക. അപ്പം ഡെമോ അക്കൗണ്ടിൽ നമ്മള് വലിയ ട്രേഡർ ആയിരിക്കും, നമ്മള് വർഷങ്ങളായിട്ട് നമ്മള് പ്രോഫിറ്റബിൾ ആയിരിക്കും. പക്ഷേ റിയൽ അക്കൗണ്ടിൽ ഒരു $500 ഇട്ടിട്ട് ഈ ഇദ്ദേഹത്തിന്റെ അടുത്ത് ട്രേഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഐ ചാലഞ്ച്, അതായത് വിത്തിൻ 3 months ഉള്ളിൽ അയാള് 3 months വേണ്ട 3 ആഴ്ചന്റെ ഉള്ളിൽ ആൾ എന്ത് ചെയ്യും, അത് ലോസിലേക്ക് പോകും അല്ലെങ്കിൽ വാഷ് ഔട്ട് ആക്കും. അയാൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. കാരണം ഡെമോ അക്കൗണ്ടിൽ നമ്മളെ ബ്രെയിൻ അറിയാം, നമ്മൾ എത്ര നമ്മളെ ബ്രെയിനെ പറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും സബ്-കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ റെഡിയാക്കേണ്ട ഒരു സംഭവമാണ്. അത് നമുക്ക് ഡെമോ അക്കൗണ്ടിൽ പറ്റത്തില്ല. കാരണം നമ്മളൊരു എൻട്രി എടുക്കുമ്പോൾ ഒരു ബൈ ചെയ്യുമ്പോൾ ഡെമോയിൽ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകുന്നില്ല. പിന്നെ 100,000 ആണല്ലോ ഡെമോ അക്കൗണ്ടിൽ ഉള്ളത്. അപ്പൊ അത്രയും വലിയ അക്കൗണ്ടിൽ ഓഫ് കോഴ്സ് അതിപ്പം റിയൽ അക്കൗണ്ട് ആണെങ്കിലും, ഇപ്പൊ റിയൽ അക്കൗണ്ട് ഇഫ് യു ഹാവ് $1 million നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 1 lot എടുത്തിട്ട് ട്രേഡ് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് യു. $1 million അക്കൗണ്ടിൽ 1 lot വെച്ച് ട്രേഡ് ചെയ്യുന്ന ഇറ്റ്സ് എ വെരി സേഫസ്റ്റ് വേ ദാറ്റ് യു ക്യാൻ ട്രേഡ്. പക്ഷേ ഇതേ ആള് ഒരു $1,000 അക്കൗണ്ട് വെച്ചിട്ട് ഒരു 0.5 lot എടുത്താൽ തന്നെ ഇറ്റ്സ് വെരി റിസ്കി, ബിഗ് തിങ് അല്ലേ? അപ്പൊ നമ്മള് മനസ്സിലാക്കുന്നില്ല, നമുക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആയിട്ട് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു ഫാക്ടറാണ്. ആൾക്കാരെന്ന് വെച്ചാൽ ഒരു $100 ഇട്ടിട്ട് $10,000 എടുക്കാന്നുള്ള മൈൻഡ് സെറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡിംഗിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതും ഒരു വലിയൊരു ഫാക്ടറാണ്. ഐ തിങ്ക് യു നീഡ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അല്ലേ? കാരണം നമുക്ക് ചെറിയൊരു ക്യാപിറ്റൽ വെച്ച് റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്യാൻ അടക്കം പഠിക്കാൻ നമുക്കൊരു $1,000 ഉണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അതിപ്പോ ഞാൻ ഇപ്പം പല ആൾക്കാരും ഇതിന്റെ അടുത്ത് ഡിബേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട് ഫോറക്സിൽ, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. ബട്ട് ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ പുറമെ ഓൾമോസ്റ്റ് 80 to 85% ഓഫ് ഫണ്ട്, എല്ലാം നല്ല അതുകൊണ്ടാണ് 80 to 85% prop firms out there is going to take away your money. It's not like scam, but അവര് ലാഭിക്കുന്നത് നിങ്ങൾ ലോസ് ആകുമ്പോഴാണ്. ഇറ്റ്സ് എ ബിസിനസ്. സോ നിങ്ങൾ ജസ്റ്റ് ഒരു $99 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു റാൻഡം ആയിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ട് ട്രേഡ് ചെയ്യുമ്പോഴും എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് നോട്ട് യുവർ മണി. നിങ്ങളെ ബ്രെയിൻ അറിയാം ഇത് നിങ്ങളുടെ പൈസയല്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് റിസ്ക് മാനേജ് ചെയ്യാനുള്ള, എല്ലാവർക്കും നല്ല മേ ബി ഒരു 5 to 10% ആൾക്കാർ നല്ല രീതിയിൽ ഫണ്ടഡ് അക്കൗണ്ട് മാനേജ് ചെയ്യും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർ ഈ ട്രാപ്പിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് മതി. $50 ഉണ്ട്, $5,000 എടുക്കാം. അപ്പോൾ $5,000 വേറെ ആരും അക്കൗണ്ടാണ്, അപ്പോൾ ഞാൻ റിസ്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ട്രേഡിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻഡ് ഓഫ് ദ ഡേ ഞാൻ ആ പ്രതീക്ഷയിലാണ് വരുന്നത്. അപ്പം പോയാലും കുഴപ്പമില്ല, പോകുമ്പോൾ $50 പോകുന്നുള്ളൂ എന്നുള്ള മൈൻഡിലാണ്. പക്ഷെ അത് റിയൽ ക്യാപിറ്റലിലേക്ക് വരുമ്പം നമുക്കറിയാം ആ ക്യാപിറ്റൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ ആ ക്യാപിറ്റൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫണ്ടഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന മാതിരി നമ്മൾ റാൻഡമായിട്ട് ട്രേഡ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വിച്ച് ഓഫ് കോഴ്സ് ദേ വിൽ വാഷ് ഔട്ട്. അതേ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ. വെരി ഡിസിപ്ലിൻ. അതെ, ഫണ്ടഡ് അക്കൗണ്ട് ഒരു പട്ടാളക്കാരന്റെ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ട്രാക്ക് ചെയ്ത്, അത് എല്ലാവർക്കും മടിയുള്ളൊരു സംഭവമാണ് നമ്മളെ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. മനുഷ്യന്മാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഫിക്സ് ചെയ്യുക. അതെ. അപ്പം ആ മിസ്റ്റേക്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് എന്തായാലും ലോസസ് വരും, എന്തായാലും നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ലോസസ് വരുന്നതും പ്രോഫിറ്റ്സ് വരുന്നതും ഒന്ന് ട്രാക്ക് ചെയ്ത് അതിനെപ്പറ്റി ഒന്ന് പഠിച്ച് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, മാർക്കറ്റിൽ എന്ത് കണ്ടീഷൻസ് വരുമ്പോഴാണ്. ഒരു 100% സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ട്രേഡർ പ്രോഫിറ്റബിൾ ആവുന്നത് അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്, അയാളുടെ
നമ്മളുടെ ഇമോഷണൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് ആക്ച്വലി ഒരു വ്യക്തി ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. അതല്ലാതെ ഒരു 2 മാസത്തെ കോഴ്സ് എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 4 മാസത്തെ ഒരു ഇത് എടുത്തത് കൊണ്ട് ആൾക്കാർക്ക് പ്രോഫിറ്റബിൾ ആകാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു സ്ട്രാറ്റജി പഠിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കുന്നത് കോഴ്സ് സെല് ചെയ്തിട്ടാണ് റാദർ ദാൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡിങ്. ഇപ്പം നമ്മളടുത്തേക്ക് നമ്മളൊരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും വരുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവരെ മെൻറ്ററായിട്ട് ഒരു സൂം സെഷൻ വെച്ച് മെൻറ്റർ അവരുടെ ക്ലാസ്സസ് ഓക്കെ ആണോ, അവർ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആണോ എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ അഡ്മിഷൻസിലേക്ക് പോകുന്നത് തന്നെ. അപ്പം നമ്മളെ സ്റ്റുഡൻസ്, നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ കമ്മ്യൂണിറ്റി, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, നമ്മളെ സ്റ്റുഡൻസ് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റുഡൻറ്റിനെ എൻറോൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും അതേ ഒരു സിസ്റ്റം അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സ്. അപ്പം ട്രേഡിങ്ങിന് ഒരുപാട് ചീത്തപ്പേരുണ്ട്, ബേസിക്കലി ബിക്കോസ് ഓഫ് ഈ പറയുന്ന ഒരുപാട് സ്കാംസ് ആവാം. അതേമാതിരി തന്നെ ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട്, ബ്രോക്കറേജ് സ്കാംസ്, അതേമാതിരി തന്നെ കോഴ്സ് സ്കാംസ്. അപ്പൊ നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, ആൾക്കാർക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതേമാതിരി തന്നെ അവർക്ക് പഠിക്കാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക, നല്ല സപ്പോർട്ട് കൊടുക്കുക. കാരണം നമ്മളിവിടെ ലൈഫ് ടൈം സപ്പോർട്ടൊക്കെ ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് അത് വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ അങ്ങനെ എല്ലാവർക്കും കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് നല്ലൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം മാർക്കറ്റിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്കൺസെപ്ഷൻ ഇപ്പോഴും ആൾക്കാർ ബിലീവ് ചെയ്യുന്നത് വെച്ചാൽ അവർ ട്രേഡിങ്ങിനെ കാണുന്നത് ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് എന്നുള്ളൊരു മൈൻഡിലാണ് അല്ലേ. ഇപ്പം നമ്മൾ ഏതൊരു പ്രൊഫഷൻ, ഇപ്പോൾ ലെറ്റ്സ് എഞ്ചിനീയറിംഗ് എടുക്കണമെങ്കിൽ 5 കൊല്ലം നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണ് ആ ഒരു പ്രൊഫഷൻ തന്നെ ഒരുപാട് കമന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ട്രേഡിംഗ് നിങ്ങൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് കമന്റ്സ് നിങ്ങൾക്ക് കാണാം. ബേസിക്കലി നിങ്ങളൊരു എഞ്ചിനീയർ ആകുന്നത് 5 years അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ആ പ്രൊഫഷൻ്റെ ജോലിയോട് കിടക്കുന്നത് തന്നെ. 5 years കഴിഞ്ഞിട്ടാണ് യുവർ സ്റ്റാർട്ടിങ് ടു മേക്ക് സം മണി അല്ലേ. ഡോക്ടർ ആണെങ്കിൽ 7 കൊല്ലമായിരിക്കും അല്ലേ. ഏതൊരു ബേസിക് ഡിഗ്രി ആണെങ്കിൽ ഒരു 3 years. ഫസ്റ്റ് യുവർ ലേണിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് യു മേക്കിംഗ് സം മണി അല്ലേ. അവിടെ കൊടുത്തൊരു 3 കൊല്ലം എന്ന് പറയുന്നില്ല, ഒരു 1 good year നിങ്ങൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു മൈൻഡിൽ ഒരു സ്കില്ല് പഠിക്കുന്ന ഒരു കോളേജിൽ പോകുന്നൊരു മൈൻഡിൽ കണ്ടിട്ട് ട്രേഡിങ് അങ്ങനത്തെ ഒരു ഓക്കെ ഞാൻ ഇന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 2-3 yearsനുള്ളിൽ കൺസിസ്റ്റൻ്റ് സെറ്റ് ആവും. ആ ഒരു മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാവും. എല്ലാവരും പെട്ടെന്ന് ക്വിക്ക് റിച്ച് ഉണ്ടാക്കാം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ. ആൻഡ് അതാണ് അവർ ഗ്രീഡ്. ദാറ്റ്സ് വാട്ട് കീപ്പിംഗ് ദ നോട്ട് മേക്കിംഗ് ഗുഡ് ഇൻകം അല്ലെങ്കിൽ നോട്ട് ബിക്കമിങ് എ പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ഐ ബിലീവ് അല്ലേ. അതെ, അപ്പൊ നമുക്ക് ഇന്നൊരു വണ്ടർഫുൾ പോഡ്കാസ്റ്റ് ആയിരുന്നു. നമ്മള് കുറച്ച് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതേമാതിരി നമ്മളെ നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ സ്പെഷ്യൽ ഗസ്റ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് ദാറ്റ് ഇൻ ദ കമന്റ്സ്. നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ഗ്രോത്ത്. ആൻഡ് ഡു കമന്റ് ബിലോ യുവർ തോട്ട്സ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. Okay, thank you for watching our trading podcast. Please make sure that if you really find this video interesting or helpful, give a thumbs up, and if you haven't subscribed to the channel yet, subscribe to the channel.